വിസ്ഡം ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. ജ്ഞാനം, നോളജ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് വിസ്ഡം. ദാറ്റ് മീൻസ് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് ദൈവവചനം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ജ്ഞാനത്തിൽ നടക്കുന്നതിനെ കുറിച്ച്. That is when you can make the most of your life and the most out of the time God has given you. ദൈവം തന്നിരിക്കുന്ന ഈ ജീവിതത്തിനകത്തും സമയവും അല്ലേ, അത് തക്കത്തിന് ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നത് അപ്പോഴാണ്. Proverbs 4:7 അത് മലയാളത്തിലൊന്ന് വായിക്കാമോ? വിസ്ഡം ഈസ് ദ പ്രിൻസിപ്പൽ തിങ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പെൻറ്റക്കോസ്റ്റൽ സർക്കിൾസിലൊക്കെ യൂഷ്വലി നമ്മൾ എംഫസിസ് കൊടുക്കാത്ത ഒരു കാര്യമാണ്. നമുക്ക് വചനം പഠിക്കണം അല്ലേ, പ്രാർത്ഥിക്കണം, അഭിഷേകം വേണം, അന്യഭാഷകൾ വേണം, ഇതെല്ലാം നമ്മൾക്ക് അറിയാം. പക്ഷെ ഇതൊരു ഭയങ്കരമായിട്ട് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എന്ത്? ജ്ഞാനം തന്നെ പ്രധാനം. ജ്ഞാനം സമ്പാദിക്കുക. വിത്ത് ഓൾ ദൈ ഗെറ്റിംഗ് ഗെറ്റ് വിസ്ഡം. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ കന്യകമാരുടെ കാര്യം, 10 കന്യകമാരുടെ കാര്യം പറയുമ്പോഴും എന്തുവാ പറയുന്നത്? 5 പേര്. അവിടെ എന്തിനാ ബുദ്ധിയെ കുറിച്ച് പറയുന്നത് അല്ലേ? 5 were foolish and 5 were wise അല്ലേ? അവരുടെ സ്പിരിച്വാലിറ്റി കുറവായത് കൊണ്ടാണോ? അങ്ങനത്തെ അല്ല അവിടെ കർത്താവ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ആ വീട് പണിത ഉപമ പറഞ്ഞപ്പോഴും എന്താ പറഞ്ഞത്? ഒരു മനുഷ്യൻ പാറമേൽ പണിതവൻ എന്തായിരുന്നു? ബുദ്ധിയുള്ളവനായിരുന്നു. സോ ദിസ് ഈസ് ആൻ ആട്രിബ്യൂട്ട് ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ വുമൺ. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അറിയാമല്ലോ, പ്രോവേർബ്സിൽ വിസ്ഡം പേഴ്സോണിഫൈ ചെയ്തിരിക്കുന്നത് തന്നെ ഒരു സ്ത്രീ ആയിട്ടാണ്. സദൃശ്യവാക്യങ്ങളിൽ ദാ ജ്ഞാനമായവൾ നിന്നെ വിളിക്കുന്നു എന്നൊക്കെ പറയുന്ന പ്രോവേർബ്സ് വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ? സോ അതും ഒരു ഇമ്പോർട്ടൻറ്റ് വേഴ്സാണ്. പ്രോവേർബ്സ് 24:3 and 4. How do you build your life and how do you build a home? ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു, വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു, പരിജ്ഞാനം കൊണ്ട് അതിന്റെ മുറികളിൽ വിലയേറിയതും മനോഹരമായ സകല സമ്പത്തും നിറഞ്ഞു വരുന്നു. See, നമ്മൾ ഓർക്കും കുറച്ചും കൂടെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചും കൂടെ മനസ്സിലാക്കലുണ്ടായിരുന്നെങ്കിൽ, കുറച്ചും കൂടെ സമ്പത്തുണ്ടായിരുന്നെങ്കിൽ, ഇച്ചിരും കൂടെ നല്ല സാധ്യതകൾ ഉണ്ടായിരുന്നെങ്കിൽ. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും എങ്ങനെ ഒരു ഭവനം പണിയുന്നത്? ജ്ഞാനം കൊണ്ടാ ഒരു ഭവനം പണിയുന്നത്. ഹല്ലേലൂയ അല്ലേ? ദൈവത്തിൻ്റെ വചനത്തെ കുറിച്ചുള്ള ഒരു മനസ്സിലാക്കൽ, അതാണ് ജ്ഞാനം.